Hello everyone, welcome to G-Pod Plus One Commerce and Humanities channel. It's me, Nafi. അപ്പോൾ നിങ്ങളുടെ മോഡൽ എക്സാമിൻ്റെ പരിപാടിയിലേക്ക് ഒരുപാട് ഉള്ളിൽ ചോദിക്കുന്നുണ്ട് സാർ മോഡൽ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ പ്രഡിക്ഷൻ ആണ്, നമ്മൾ ക്വസ്റ്റ്യൻസ് അല്ല പ്രെഡിക്റ്റ് ചെയ്യുന്നത്, നമ്മൾ ടോപ്പിക്കാണ്. ഈ പറഞ്ഞ ടോപ്പിക്കുകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മോഡൽ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഈ ടോപ്പിക്കുകളിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസും അതിന് ആൻസേഴ്സും ഒക്കെ നമ്മൾ ഇന്ന് രാത്രി നടക്കുന്ന ലൈവിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യം എന്താടാ, ഈ ടോപ്പിക്കുകൾ നിങ്ങൾ ക്ലിയർ ആക്കി സെറ്റാക്കി ഓക്കെ ആക്കി വെക്കട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്ന പ്ലസ് 1 ഹിസ്റ്ററിയിൽ ആകെയുള്ളത് 10 ചാപ്റ്റേഴ്സ് ആണ് അല്ലെ. 10 ചാപ്റ്ററിൽ നിന്ന് 80 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുക. ആ 80ൽ 24 മാർക്ക് സ്കോർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്ലസ് 1 പാസ് ആവാൻ പറ്റുള്ളൂ. 80ൽ നിങ്ങൾ എന്ത് സ്കോർ ചെയ്യണം, 24 സ്കോർ ചെയ്യണം. 100 CE എത്ര മാർക്ക് എന്നുള്ള പ്രാധാന്യം, 80ൽ നിങ്ങൾ 24 സ്കോർ ചെയ്യണം. അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സിൽ ഫസ്റ്റ് ചാപ്റ്റർ ആയ റൈറ്റിംഗ് ആൻഡ് സിറ്റി ലൈഫിൽ, അതായത് എഴുത്തും നഗരജീവിതം എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ മെസ്സപ്പൊട്ടോമിയൻ സിവിലൈസേഷനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ ഇത്രയും ടോപ്പിക്ക് നിങ്ങൾ അതിൽ പഠിച്ചു വെക്കണം. മെസ്സപ്പൊട്ടോമിയുടെ ജോഗ്രഫി അഥവാ ഭൂമിശാസ്ത്രം, ദ സിഗ്നിഫിക്കൻസ് ഓഫ് അർബനൈസേഷൻ, അവരുടെ നഗരവൽക്കരണത്തിൻ്റെ പ്രാധാന്യം, സിറ്റീസ് അവിടുത്തെ നഗരങ്ങളുടെ പേരുകൾ, ടെമ്പിൾസ് അഥവാ ക്ഷേത്രങ്ങളും അവരുടെ എക്കണോമിക് ആക്ടിവിറ്റി സാമ്പത്തിക പ്രവർത്തനങ്ങളും, ക്യൂനിഫോം, അതേപോലെ മാരി, കോൺട്രിബ്യൂഷൻ ഓഫ് മെസ്സപ്പൊട്ടോമിയുടെ സംഭാവന. ഇതിൽ ക്യൂനിഫോം ഒരുപാട് തവണ എസ്സേ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്യൂനിഫോം എന്നൊരു ചോദ്യം ഉറപ്പാണ്, ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ആൻ എംപയർ അക്രോസ് 3 കോണ്ടിനെന്റ്സിലെ 3 വൻകരകളിലായിട്ട് വ്യാപിച്ച് കിടക്കുന്ന സാമ്രാജ്യം എന്നുള്ള പാഠത്തിൽ നമ്മൾ റോമൻ എംപയർ അഥവാ റോമൻ സാമ്രാജ്യത്തെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. നിങ്ങൾ ആദ്യം പ്രിൻസിപ്പേറ്റ് എന്താണെന്ന് പഠിക്കണം. പിന്നെ ലേറ്റ് എംപയർ അഥവാ ലേറ്റ് ആൻറ്റിക്വിറ്റി, അവസാന പ്രാചീന അഥവാ അന്തിമ പുരാതന കാലം പഠിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണെന്ത്, റോമിലെ സോഷ്യൽ ഹൈറാർക്കീസ് അഥവാ സാമൂഹിക ശ്രേണികൾ, ഇത് നിങ്ങൾ പഠിക്കണം. പിന്നെ റോമിലെ ലാംഗ്വേജ് ആൻഡ് ലിറ്ററസി, റോമിലെ ഭാഷയെക്കുറിച്ചിട്ടും റോമിലെ സാക്ഷരതയെക്കുറിച്ചും നിങ്ങൾ പഠിച്ചിരിക്കണം. പിന്നെ ഫാമിലി സിസ്റ്റം ഇൻ റോമൻ എംപയറിലെ റോമൻ സാമ്രാജ്യത്തിലെ കുടുംബത്തിൻ്റെ സവിശേഷതകളും കുടുംബ വ്യവസ്ഥയും കുറിച്ച് നിങ്ങൾ പഠിച്ചിരിക്കണം. സ്ലേവറി, അടിമത്തത്തെക്കുറിച്ച് പഠിച്ചിരിക്കണം. എക്കണോമിക് എക്സ്പാൻഷൻ ആൻഡ് മോണിറ്ററി സിസ്റ്റം ആൻഡ് വർക്കേഴ്സ് ലൈഫിലെ, റോമിലെ സാമ്പത്തിക വികസനവും തൊഴിലാളികളുടെ ജീവിതവും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. പിന്നെ റോമിൻ്റെ അഗ്രികൾച്ചർ ആൻഡ് ടെക്നോളജി, കൃഷിയും സാങ്കേതിക വിദ്യയും നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം. പിന്നെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് 3rd സെഞ്ച്വറി ക്രൈസിസ് അഥവാ 3-ാം നൂറ്റാണ്ടിലെ പ്രതിസന്ധി, ഇത് പഠിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യരുത്, എക്സാമിന് പോകരുത് കേട്ടോ. പിന്നെ റിഫോംസ് ഓഫ് കോൺസ്റ്റന്റൈൻ ആൻഡ് റിഫോംസ് ഓഫ് ഡയോക്ലീഷ്യനും കോൺസ്റ്റന്റൈനും ചെയ്ത കാര്യങ്ങൾ, അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ 3rd ചാപ്റ്റർ ആയുള്ള ഒറിജിൻ ഓഫ് ഹ്യൂമൻസ് അഥവാ മനുഷ്യൻ്റെ ആരംഭം എന്നുള്ള ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ ഫസ്റ്റ് പഠിച്ചു വെക്കേണ്ടത് ഓസ്ട്രലോപിത്തേക്കസ് ആൻഡ് ഹോമോ തമ്മിലുള്ള വ്യത്യാസം പഠിക്കണം. ഹോമിനിഡ്സ് ആൻഡ് ഹോമിനോയിഡ്സ് അല്ലെ, ഹോമിനോയിഡുകളും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. പിന്നെ ഫുഡ് കളക്ഷൻ ടൂൾസ്, ലാംഗ്വേജ്, ഷെൽട്ടർ, ആർട്ടില്ല, ഭക്ഷണ ശേഖരണം, ഉപകരണങ്ങൾ, അവരുടെ താമസ സ്ഥലങ്ങൾ, കല, ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കണം. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റീജിയണൽ കണ്ടിന്യൂറ്റി മോഡൽ ആൻഡ് റീപ്ലേസ്മെന്റ് മോഡൽ അല്ലേ, പ്രാദേശിക തുടർച്ചാ മാതൃകയും പകരം വെക്കൽ മാതൃകയും, ഇതും ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. തീർന്നിട്ടില്ല. 4ാമത്തെ ചാപ്റ്റർ ആയുള്ള കൾച്ചറൽ ഫോർമേഷൻ ദി മിഡിൽ ഏജസ് അഥവാ 4ാമത്തെ ചാപ്റ്റർ ആയിട്ട് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് ഹിജ്റ 2 മാർക്കിന് ചോദിക്കാറുണ്ട്. ഉമയ്യിഡ്സിനെ കുറിച്ച് 2 മാർക്ക് ചോദിക്കാറുണ്ട്. അബ്ദുൽ മലിക് ആൻഡ് റിഫോംസ്, അബ്ദുൽ മലിക്കും അദ്ദേഹത്തിൻ്റെ ഭരണപരിഷ്കാരങ്ങളും വളരെ വളരെ ഇമ്പോർട്ടൻ്റാണ്. അബ്ബാസി റെവല്യൂഷൻ ആൻഡ് ഡിക്ലൈൻ ഓഫ് അബ്ബാസിസ്, അബ്ബാസി വിപ്ലവവും അബ്ബാസികളുടെ തകർച്ചയും നിങ്ങൾ പഠിച്ചു വെക്കണം. ക്രൂസൈഡ്സ് ആൻഡ് കോസസ് റിസൾട്ട് അല്ലേ, കുരിശുദ്ധം, അതിൻ്റെ കാരണങ്ങളും ഫലങ്ങളും നിങ്ങൾ പഠിച്ചു വെക്കണം. എസ്സേ ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് കോൺട്രിബ്യൂഷൻ ഓഫ് അറബ്സ് ഇൻ ദ ഫീൽഡ് ഓഫ് നോളജ് ആൻഡ് കൾച്ചർ അല്ലേ, വിജ്ഞാനം, സാംസ്കാരികം എന്നീ മേഖലകളിൽ അറബികളുടെ സംഭാവന. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എന്നും പഠിക്കണം ലിറ്ററേച്ചർ, ആർട്ട്, ആർക്കിടെക്ചർ, കലാ, സാഹിത്യം, വാസ്തുവിദ്യ, ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. പിന്നെ സൂഫിസം 2 മാർക്കിന് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതേപോലെ 4ാമത്തെ ചാപ്റ്ററിൻ്റെ അടുത്ത ഭാഗം നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒന്നാണ് ദ അരാവാക്കിയൻ ലുക്കായോസ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ ആസ്റ്റക് എഡ്യൂക്കേഷൻ, ആസ്റ്റക്കുകൾ വിദ്യാഭ്യാസത്തിന് കൊടുത്ത പ്രാധാന്യം തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ആസ്റ്റക് എഡ്യൂക്കേഷൻ നിങ്ങൾ പഠിച്ചു വെക്കണം. മായൻസിൻ്റെ ഫീച്ചേഴ്സ് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇൻകാസ് ഓഫ് പെറുവിലെ ഇൻകകളുടെ സവിശേഷത നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ച് വെക്കണം കേട്ടോ. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ 5ാമത്തെ ചാപ്റ്ററാണ് നൊമാഡിക് എംപയർ പറയുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ, ടെൻഷൻസ്, എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പേടികളൊക്കെ ഉണ്ടെങ്കിൽ nafi.edupod എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലേക്ക് ഒന്ന് മെസ്സേജ് അയക്കട്ടെ. ഒരുപാട് കൂടുതൽ ഫോളോ ചെയ്യുന്നുണ്ട്, ഒരുപാട് മെസ്സേജ് അയക്കാറുണ്ട്. അവർക്ക് എന്നെക്കൊണ്ടാവുന്ന സൊല്യൂഷൻസ് ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ ശ്രദ്ധിക്കുക, 5ാമത്തെ ചാപ്റ്ററിൽ നൊമാഡിക് എംപയറിൽ കൊറിയർ സിസ്റ്റം പഠിക്കണം. യാസ, അവിടുത്തെ നിയമവും ക്രമവും പഠിക്കണം. സോഷ്യൽ ലൈഫ്, അവിടുത്തെ സാമൂഹിക ജീവിതം പഠിക്കണം. ആർമി സിസ്റ്റം, അവിടുത്തെ സൈന്യത്തെക്കുറിച്ച് പഠിക്കണം. കുറുൽത്തായ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. പിന്നെ 6ാമത്തെ ചാപ്റ്ററിന് എസ്സേ ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഫ്യൂഡലിസം നിങ്ങൾ പഠിക്കണം. 3 ഓർഡേഴ്സ് അഥവാ 3 ക്രമങ്ങൾ, ഈ 3 ക്രമങ്ങളും കൂടി കൂട്ടിച്ചേർത്തിട്ടാണ് എന്ത് ചോദിക്കുക, എസ്സേ ചോദിക്കുക കേട്ടോ. അപ്പോൾ 3 ക്രമങ്ങൾ നിങ്ങൾ എന്ത് പഠിക്കണം, ഫസ്റ്റ് ഓർഡറിൽ
പ്രീസ് അഥവാ പുരോഹിത വർഗ്ഗത്തിൽ അവരുടെ സവിശേഷതയും പഠിക്കണം. പിന്നെ കത്തീഡ്രൽ ടൗൺസിലെ ഭദ്രാസന പള്ളി നഗരങ്ങളെക്കുറിച്ച് എക്സാമിന് 2 മാർക്ക് ചോദിക്കാറുണ്ട്. പിന്നെ സെക്കൻഡ് ഓർഡർ നോബിൾസിൻ്റെ ഫീച്ചേഴ്സ് പഠിച്ചു വെക്കണം. തേർഡ് ഓർഡർ പെസൻസ് അഥവാ കർഷകരുടെ ഫീച്ചേഴ്സ്. അപ്പോൾ ഇത് 3 കൂടി കൂട്ടിച്ചേർത്തിട്ടാണ് എസ് ചോദിക്കാറുണ്ട്. എസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഈ 3 ഓർഡേഴ്സ് അല്ലെങ്കിൽ 3 ക്രമങ്ങളും കൂടി കൂട്ടിച്ചേർത്തിട്ട്. ഇത് തന്നെ സെപ്പറേറ്റ് ആയിട്ട് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റൻ ആണ് മാനോറിയൽ എസ്റ്റേറ്റും നൈറ്റ്സും. ഇത് നിങ്ങൾ പഠിക്കാൻ എന്ത് ചെയ്യരുത്, എക്സാമിന് പോകരുത് കേട്ടോ. പിന്നെ അവിടുത്തെ സോഷ്യോ എക്കണോമിക് റിലേഷൻ ഡ്യൂറിങ് ഫ്യൂഡൽ പീരീഡ്, ഫ്യൂഡൽ കാലഘട്ടത്തിലെ സാമൂഹിക സാമ്പത്തിക ബന്ധങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കണം. അതേപോലെ തന്നെ അഗ്രികൾച്ചർ ടെക്നോളജി, അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന കാർഷിക സാങ്കേതിക വിദ്യകൾ നിങ്ങൾ പഠിച്ചു വെക്കണം. ഫോർത്ത് ഓർഡർ 4ാം ക്രമം ഓർത്തു വെക്കുക. 14th century ക്രൈസിസ്, 14ാം നൂറ്റാണ്ടിലെ പ്രതിസന്ധിയും നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ച് വെക്കണം. അടുത്ത ഹ്യൂമനിസം അഥവാ മാനവികതയാണ്. മറ്റൊന്ന് റിവൈവൽ ഓഫ് ഇറ്റാലിയൻ സിറ്റീസ്, ഇറ്റാലിയൻ നഗരങ്ങളുടെ പുനരുജ്ജീവനം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അത് മാത്രമല്ല റിനൈസൻസ് സയൻസ് ആൻഡ് ഫിലോസഫി, അതായത് 7ാമത്തെ പാഠത്തിൽ അറബ്സിൻ്റെ കോൺട്രിബ്യൂഷൻ. 7ാമത്തെ പാഠത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, യൂറോപ്പിന് അറബ് എങ്ങനെ സംഭാവന നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, അത് പഠിച്ചു വെക്കണം. പിന്നെ റിനൈസൻസ് ആർക്കിടെക്ചർ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. നവോത്ഥാന വാസ്തുവിദ്യ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 7ാമത്തെ ചാപ്റ്ററിൽ ഒരുപാട് തവണ 3 മാർക്ക് ചോദിച്ചാണ് റിനൈസൻസ് ആർക്കിടെക്ചറിനെ കുറിച്ചിട്ടും മൈക്കൽ ആഞ്ചലോയെ കുറിച്ചിട്ടോ പഠിച്ചു വെക്കണേ. തീർന്നിട്ടില്ല. ദ ആസ്പിരേഷൻ ഓഫ് വിമൻ, അന്നത്തെ സ്ത്രീകളുടെ അവസ്ഥ. പിന്നെ അതുപോലെ യൂണിവേഴ്സിറ്റീസ് ആൻഡ് ഹ്യൂമനിസം, മാനവികതയും സർവകലാശാലകളും, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കോപ്പർനിക്കൻ റെവല്യൂഷൻ, കോപ്പർനിക്കസിനെ കുറിച്ചിട്ടും പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷൻ, പ്രൊട്ടസ്റ്റന്റ് പ്രതിഷേധത്തെ കുറിച്ചിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷൻ, പ്രൊട്ടസ്റ്റന്റ് നവീകരണത്തെ കുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അതും എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് എന്ത് ചെയ്യും, ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ 8ാമത്തെ ചാപ്റ്ററിൽ വ്യവസായ വിപ്ലവം എന്തുകൊണ്ട് ബ്രിട്ടനിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തു, അല്ലേ? വൈ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ സ്റ്റാർട്ട് ഇൻ ബ്രിട്ടൻ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ കോട്ടൺ ഇൻഡസ്ട്രിയും അതിന് യൂസ് ചെയ്ത എക്യുപ്മെൻസിനെ കുറിച്ചിട്ടും, കോൾ ആൻഡ് അയൺ കൽക്കരിയെ കുറിച്ചിട്ടും ഇരുമ്പിനെ കുറിച്ചിട്ടും, കനാൽ ആൻഡ് റെയിൽവേ, അതേപോലെ തന്നെ എഫക്റ്റ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ ഓൺ വിമൻ, ചിൽഡ്രൻ ആൻഡ് ലേബേഴ്സിലെ സ്ത്രീകൾ, കുട്ടികൾ, തൊഴിലാളികൾ, ഇവരുടെ മേൽ ഈ ഇൻഡസ്ട്രിയലൈസേഷൻ ഉണ്ടാക്കിയ പ്രശ്നങ്ങളും അതിൻ്റെ ഫലങ്ങളും. പിന്നെ ലുദ്ദിസം ആൻഡ് പീറ്റർലൂ മെസാക്കർ, ലുദ്ദിസവും പീറ്റർലൂ മെസാക്കറും ചോദിക്കും. ലോസ് അഥവാ നിയമങ്ങളും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പഠിക്കാൻ നിങ്ങൾ എക്സാമിന് പോകരുത് കേട്ടോ. പിന്നെ ഡിസ്പ്ലേസിങ് ഇൻഡിജിനസ് പീപ്പിൾ എന്നുള്ള 9ാമത്തെ ചാപ്റ്ററിൽ ഗോൾഡ് റഷ്, സ്വർണ്ണപ്രവാഹം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓസ്ട്രേലിയയുടെ ഫീച്ചേഴ്സ്, എക്സ്പാൻഷൻ ഓഫ് USA, അതേപോലെ തന്നെ സ്ലേവറി, അന്നത്തെ കാലത്ത് അടിമത്തം, ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. ലാസ്റ്റ് ചാപ്റ്ററിൽ പാർട്സ് മോഡേണൈസേഷൻ, അതായത് ആ ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കാനുള്ളത് മെയ്ജി റെസ്റ്റോറേഷൻ, മെയ്ജി പുനഃസ്ഥാപനമാണ്. ഡെവലപ്മെൻറ്റ് ഓഫ് ജപ്പാൻ ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ, 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ജപ്പാൻ്റെ വികസനം. സന്യാസിൻ്റെ സവിശേഷത, സന്യാസിൻ്റെ 3 ഫീച്ചേഴ്സ് നിങ്ങൾ പഠിച്ചു വെക്കണം. ലോങ് മാർച്ച് ആൻഡ് മാവോസ് എഴുതും, അല്ലേ? ലോങ് മാർച്ചും മാവോസ് എഴുതും. ക്രൊണോളജിക്കൽ ഓർഡർ, അതായത് നമുക്ക് ഒരുപാട് സംഭവങ്ങൾ തരും, അതിന് ഓർഡറിലാക്കി എഴുതാൻ പറയും. അപ്പോൾ ഈ ക്രൊണോളജിക്കൽ ഓർഡർ 4 മാർക്കിന് ചോദിക്കുന്നത് ഉറപ്പാണ്. അതിനൊരു സെപ്പറേറ്റ് വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യട്ടോ. അതേപോലെ ഒരു മാപ്പ് 100% ഉറപ്പുള്ള 2 ചോദ്യങ്ങളാണ്. ഒന്ന് ക്രൊണോളജിക്കൽ ഓർഡറും, രണ്ടാമത്തേതാണ് മാപ്പും. അപ്പോൾ ക്രൊണോളജിക്കൽ ഓർഡറിൻ്റെയും മാപ്പിൻ്റെയും സെപ്പറേറ്റ് വീഡിയോ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മൾ ഇട്ട് തരും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടിട്ട് സെറ്റാക്കുക. അപ്പോൾ nafi.edu മറക്കണ്ട, നിങ്ങളുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അതിലൂടെ ചോദിച്ചോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കാരണം മാപ്പും ക്രൊണോളജിക്കൽ ഓർഡറും 100% ഉറപ്പാണ്. അതെങ്ങനെ ചെയ്യണം എന്നുള്ള വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ആവും. നിങ്ങൾ ചെയ്യേണ്ട പരിപാടി നന്നായി പഠിക്കുക, ഉഷാറായി പഠിക്കുക, സൂപ്പറായി പഠിക്കുക. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക, സൂപ്പറായിട്ട് പഠിക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്താ, നമ്മുടെ ലൈവിലേക്ക് വരെ ഇതിൻ്റെ ആൻസേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ലൈവ് കിട്ടുമെങ്കിൽ, ലൈവിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടണമെന്നുണ്ടെങ്കിൽ എജുപോഡിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ റിസോഴ്സസ് ഇറങ്ങിയ ഭാഗത്ത് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ഈ ആൻസർ ഓൾമോസ്റ്റ് സെയിം ആട്ടോ. അത് നോക്കി നന്നായി പഠിക്കുക. എല്ലാവർക്കും മോഡൽ എക്സാം, അതിനുശേഷം നടക്കുന്ന പബ്ലിക് എക്സാം ഈസി ആവട്ടെ. ഓൾ ദി ബെസ്റ്റ്.